കർത്താവിന്റെ ക്രൂശിലെ പൂർത്തീകരണ പ്രവൃത്തിയുടെ ശക്തിയെ ഇന്ന് നമുക്ക് അനുഭവിക്കാം. കർത്താവ് ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞ ആ പ്രവൃത്തിയുടെ അതിൻ്റെ വലിപ്പം നമുക്ക് അനുഭവിക്കാനിടയാകുന്നത് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ്. അപ്പോൾ ഇന്ന് വിശ്വസിക്കുക, യേശു ക്രൂശിൽ നമുക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ചു, സകലതും ചെയ്തു കഴിഞ്ഞു. നമുക്ക് ജീവിതത്തിൽ ചില അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന സമയത്ത് പൊതുവേ നമ്മൾ ആ സമയത്ത് ആകുലതപ്പെടുകയും വ്യാകുലതപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുകയാണ്, ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും കുരിശിൽ യേശു നിരായുധമാക്കി. ഇപ്പം നമുക്കൊരു അസ്വസ്ഥത വരുന്നു, ഒരു ബുദ്ധിമുട്ട് വരുന്നു, ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട പരമപ്രധാനമായ കാര്യം, എൻ്റെ കർത്താവ് എന്നെ ഈ അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യം, അത് ഈ അരൂപികളാകട്ടെ അസ്വസ്ഥതകളാകട്ടെ അതെന്തുമാകട്ടെ, ഞാനതിനെ യേശുവിൻ്റെ കുരിശിലെ പരിഹാര ബലിയോട് ചേർത്ത് സമർപ്പിക്കുന്നു. ഇന്ന് നമ്മൾ പറയുന്ന ഈ നിമിഷം തന്നെ കർത്താവ് ക്രൂശിൽ നേടിയെടുത്ത ആ വിജയത്തിന്റെ അഭിഷേകം നമ്മളെ പൊതിഞ്ഞു പിടിക്കുവാൻ ഇടയായിത്തീരും. അപ്പം ഇന്നത്തെ ദിവസം ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ്. ഇന്നത്തെ ദിവസം ഒരു ബ്ലസ്സഡ് ദിവസമാണ്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ യേശു ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയുടെ അനുഗ്രഹ ഫലമായി രോഗസൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. യേശു ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയുടെ ഫലമായിട്ടുള്ള അനുഗ്രഹങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ വചനത്തിൽ നമ്മൾ കാണുന്നു, അവന്റെ മുറിവിലൂടെ നാം സൗഖ്യമുള്ളവളായി തീർന്നിരിക്കുന്നു. യേശുവിന്റെ മുറിവിനാൽ ദൈവം ഈ ഭൂമിയിൽ കടന്നു വന്ന് നമുക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ പ്രവൃത്തിയാണ് കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തി. അവിടുന്ന് പൂർത്തീകരിച്ചു സകലതും. അതിനകത്ത് യേശുവിന്റെ മുറിവിലൂടെ നമുക്ക് സൗഖ്യം കിട്ടുകയാണ്, നമ്മുടെ ഫിസിക്കൽ ബോഡിക്ക് സൗഖ്യം കിട്ടുകയാണ്. അത് യേശുവിന്റെ ക്രൂശിലെ പൂർത്തീകരിച്ച പ്രവൃത്തിയിലൂടെ ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ്. അപ്പൊ സിമ്പിളായിട്ട് ഒരാൾ വിശ്വസിക്കും. ഇപ്പൊ നിങ്ങൾ വിശ്വസിക്കുകയാണ്, ഇന്ന് എനിക്ക് വേണ്ടി യേശു ക്രൂശിൽ സകലതും ചെയ്തു കഴിഞ്ഞു. അതാണ് പരിശുദ്ധ കുർബാന, അതാണ് കർത്താവിന്റെ പെർഫെക്റ്റ് സാക്രിഫൈസ്. ആ സാക്രിഫൈസിനകത്ത് എന്റെ സൗഖ്യങ്ങൾ മറഞ്ഞിരിക്കുന്നു, എന്റെ അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നു, എന്റെ വിടുതലുകൾ അതിലൂടെ എന്നിലേക്ക് കടന്നു വരുന്നു എന്ന് നമ്മളത് വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ക്രൂശിൽ കർത്താവ് ചെയ്തു കഴിഞ്ഞതിന്റെ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് ഒരു അഭിഷേകമായി കടന്നു വരുന്നത് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ ക്രൂശിൽ യേശു ചെയ്ത് കഴിഞ്ഞ പ്രവൃത്തിയുടെ അനുഗ്രഹങ്ങൾ ഒരു അഭിഷേകമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഇടയാകട്ടെ. പൗലോസ്ലീഹ കൊരിന്തോസ് ലേഖനം എഴുതുമ്പോൾ പൗലോസ്ലീഹ മരിച്ചവർക്ക് വേണ്ടി ജ്ഞാനസ്നാനം ഏൽക്കുക എന്നൊരു പോർഷൻ പൗലോസ്ലീഹ അവിടെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ വാസ്തവത്തിൽ പൗലോസ്ലീഹ അവിടെ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, പല വീടുകളിൽ നിന്നും യേശുവിലേക്ക് ഒരു വ്യക്തി ആദ്യമായിട്ട് വിശ്വാസത്തിൽ കടന്നു വന്നപ്പോൾ ആ വീട്ടിൽ കർത്താവിനെ അറിയാതെ മരിച്ചുപോയ, അല്ലെങ്കിൽ ഈ ഒരു സുവിശേഷം കേൾക്കാതെ മരിച്ചുപോയ മുൻ തലമുറകളുണ്ട്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ വീട്ടിലിരുന്നും നമ്മൾ എന്തെങ്കിലും അസ്വസ്ഥതകളൊക്കെ വരുമ്പോൾ, പല ചിന്തകൾ നമ്മുടെ മനസ്സിനെ വേട്ടയാടുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയണം, സമയത്തിനും കാലത്തിനും അതീതനായ ദൈവം ഒരു വലിയ പ്രവൃത്തി ക്രൂശിൽ ചെയ്തു. ആ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയിലൂടെ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിച്ചു. കൊളോസസ് 1:20. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും, എൻ്റെ കുടുംബത്തിലുള്ള സകലരെയും യേശു ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയോട് ചേർത്ത് ഇന്ന് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നെ അസ്വസ്ഥപ്പെടുന്ന എല്ലാ അസ്വസ്ഥതകളെയും, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അരൂപികളെ, സകലത്തിനെയും യേശുവിന്റെ ക്രൂശിലെ പൂർത്തീകരണ പ്രവൃത്തിയിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്നൊരു ആത്മാവ് പറയുമ്പോൾ അതൊരു സുവിശേഷമാണ്, ഒരു സുവിശേഷ പ്രഘോഷണമാണ്. ആ സുവിശേഷ പ്രഘോഷണ സമയത്ത് ആത്മാവിന്റെ ശക്തി നിന്റെ ശരീരത്തിലേക്ക് വെളിപ്പെടുന്നു, നിന്റെ കുടുംബത്തിലേക്ക് വെളിപ്പെടുന്നു. നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന ആ അസ്വസ്ഥതകളെ ദൈവം എടുത്തു മാറ്റുവാൻ ഇടയായിത്തീരുന്നു. അപ്പൊ ഇന്ന് പഴയ നിയമത്തിൽ നമ്മൾ ദൈവം ചെങ്കടലിനെ പിളർത്തുന്ന ഒരു കാര്യം കാണുന്നുണ്ട്, അല്ലെ? പുതിയ നിയമത്തില് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഈ നിമിഷം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ രോഗസൗഖ്യം നടക്കുവാണ്. രോഗസൗഖ്യങ്ങൾ, ചില വിടുതലുകൾ, ഇതെല്ലാം നമുക്ക് ചില കീറാമുട്ടി പോലെ അല്ലെങ്കിൽ മുമ്പിൽ നിൽക്കുന്ന വലിയ പ്രതിസന്ധികൾ, ചെങ്കടൽ പോലെ അത് തടസ്സമായിട്ട് നിൽക്കുവാണ്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ ഈ തടസ്സങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റുകയാണെന്ന് കരം കോർത്തു പിടിച്ച് നമുക്ക് ആത്മാവിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം ഇന്ന് ദിവസം നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടുവാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം നിറയപ്പെടട്ടെ. നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി കടന്നു വരുവാൻ ഇടയാകട്ടെ. യേശു പറഞ്ഞു, നിങ്ങളുടെ മേൽ ശക്തി വന്നു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ജെറുസലേമിലും സമരിയായാലും ജൂദയായാലും ലോകത്തിന്റെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിത്തീരും. പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി ഇപ്പോൾ ഞങ്ങളുടെ നടുവിൽ വെളിപ്പെടട്ടെ.
പരിശുദ്ധാത്മാവിന്റെ അത്യന്ത അഭിഷേകം ഇപ്പോൾ ഞങ്ങളുടെ നടുവിൽ വ്യാപരിക്കട്ടെ. കുരിശിൽ സകലതും പൂർത്തീകരിച്ചുകൊണ്ട് ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും നിരായുധമാക്കി കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ച് അവയെ പരാജയപ്പെടുത്തിയ, ഉദ്ധാനം ചെയ്ത് ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ അഭിഷേകം ഇന്ന് ഓരോ ദൈവമക്കളിലേക്കും നിറയപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ എല്ലാവരിലേക്കും അതിന്റെ അഭിഷേകം നിറയട്ടെ. എല്ലാ പൈശാചിക പീഡകളെയും ക്രൂശിലെ പരിഹാര ബലിയോട് ചേർത്ത് സമർപ്പിക്കുന്നു. ഇന്ന് പൈശാചിക ബന്ധനം, പൈശാചിക പീഡ അനുഭവിക്കുന്നവരിലേക്ക് വലിയ ഡെലിവറൻസ് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ കടന്നു വരികയാണ്. സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഡെലിവറൻസ്, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഡെലിവറൻസ്. ഈ കൂട്ടായ്മയിൽ ഇന്ന് ഞാൻ ഈ ലൈവ് പ്രയർ എടുക്കാൻ തുടങ്ങുമ്പോൾ കർത്താവിന്റെ ഉള്ളിൽ പറഞ്ഞു, പൈശാചിക പീഡനം അനുഭവിക്കുന്ന കുറേ വ്യക്തികൾ, അവർക്ക് നിങ്ങൾക്ക് രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല, നിങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ വ്യക്തികളെയൊക്കെ കാണാൻ പോയി ഇതിനൊരു ഒരു 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 സോഴ്സ് ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി. പക്ഷെ ഇന്ന് കർത്താവ് നിങ്ങൾക്കൊരു വലിയ ഡെലിവറൻസ് ഇന്ന് പ്രഭാതത്തിൽ നൽകുവാണ്. ഇന്ന് നിങ്ങൾ അസ്വസ്ഥപ്പെടുത്തുന്ന അസ്വസ്ഥതയെ, ഈ അസ്വസ്ഥതകളിൽ നിങ്ങൾക്ക് വിജയം നൽകുവാൻ ദൈവം ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചു. അവൻ ഫിനിഷ് ചെയ്തു. ടെറ്റലസ്റ്റായി എന്ന വേർഡിന്റെ അർത്ഥം എന്താ? ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഞാൻ നിനക്ക് വേണ്ടി അത് പൂർത്തീകരിച്ചു. ആ അരൂപികൾ ഇത് നമ്മൾ ആത്മാവിന്റെ കണ്ണുകളിൽ കാണണം. നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന ഈ അരൂപിയെ യേശു അബ്സോർബ് ചെയ്യുകയാണ്. അപ്പം നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഇന്ന് നിങ്ങളെ ഒരു പൈശാചിക ശക്തി, ഒരു അരൂപി അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ ശക്തിയെ കർത്താവിന്റെ കുരിശിലെ പരിഹാര ബലി തന്റെ പരിഹാര ബലിയിലേക്ക് വലിച്ചെടുക്കുകയാണ്, അബ്സോർബ് ചെയ്യുകയാണ്. അപ്പം ഇന്ന് പ്രഭാതത്തിൽ ഇപ്പം നിങ്ങളുടെ ശരീരത്തെ, മനസ്സിനെ, ചിന്തകളെ, ബോഡിയെ, സ്പിരിറ്റിനെ ഒക്കെ, നിങ്ങളുടെ ബോഡീനെയൊക്കെ പ്രത്യേകിച്ച് അസ്വസ്ഥപ്പെടുത്തുന്ന അദുഷ്ട അരൂപികൾ, മുമ്പിൽ തടസ്സം നിൽക്കുന്ന, വാദിച്ചു നിൽക്കുന്ന അരൂപികൾ, എന്റേതെന്ന് പറഞ്ഞ് വാദിക്കുന്ന ഈ അരൂപികളുടെ പ്രത്യേകത എന്ന് പറയും, ദുഷ്ടാരൂപികൾ, അത് എന്റേതാണെന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്യും. ആ ക്ലെയിമുകളെ മുഴുവനും ക്രൂശിൽ യേശു ബ്രേക്ക് ചെയ്തു. അങ്ങനെ കർത്താവ് നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു. ഇന്ന് ആ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കണമെങ്കിൽ ഇന്ന് ഇപ്രകാരം പറഞ്ഞ്, എന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന ഈ അസ്വസ്ഥതകളെ ഞാൻ എന്റെ കർത്താവിന്റെ ക്രൂശിലെ പരിഹാര ബലിയിലേക്ക് സമർപ്പിക്കുന്നു. ദിസ് ഈസ് വാട്ട് ഐ എം ബീൻ കോൾഡ് ടു പ്രീച്ച്. ഈ ഒരു കാര്യം പ്രസംഗിക്കാൻ യേശുവിനെ അഭിഷേകം ചെയ്തത്. അതുകൊണ്ടാണ് ഇത് പ്രസംഗിക്കുമ്പോൾ ആ കേട്ടോണ്ടിരിക്കുന്നവരിലേക്ക് ഡെലിവറൻസ് വരും. ടെറ്റലസ്റ്റായി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഓൺ ദ ക്രോസ്. എത്ര വലിയ പൈശാചിക ആധിപത്യമാകട്ടെ, എത്ര വലിയ അന്ധകാര അരൂപിയാകട്ടെ, അതിന്റെ മേൽ നിനക്ക് യേശുവിന്റെ കുരിശിലെ പരിഹാര ബലിയിലൂടെയുള്ള ഒരു വിജയമുണ്ട്. ഇന്ന് ആത്മാക്കൾ അസ്വസ്ഥപ്പെടുത്തുന്നതായിട്ട് ഭാരപ്പെടുന്നവർ, ദുഷ്ടാരൂപികൾ അസ്വസ്ഥപ്പെടുന്നതായിട്ട് ഭാരപ്പെടുന്നവർ, ഇന്ന് ആ അസ്വസ്ഥതകളെ മുഴുവനും നമ്മുടെ കർത്താവിന്റെ കരം, കർത്താവിന്റെ പരിഹാര ബലി ഏറ്റെടുക്കുകയാണ്. ഒന്ന് കണ്ണുകൾ അടച്ച്, കുരിശിൽ കർത്താവ് നഗ്നനായി കിടക്കുന്നു, പീഡനമേറ്റ് കിടക്കുന്നു, അടിയേറ്റ് കിടക്കുന്നു. എന്തിനു വേണ്ടിയാണ് ദൈവപുത്രൻ ഇത്രമാത്രം വലിയ പീഡാസഹനം ഏറ്റുവാങ്ങിയത്? എന്തിനു വേണ്ടിയാണ് ദൈവപുത്രൻ ഈ സഹനം ഏറ്റുവാങ്ങിയത്? നിന്നെയും എന്നെയും അസ്വസ്ഥപ്പെടുത്തുന്ന പൈശാചിക ആധിപത്യങ്ങളുടെ അടിവേര് പറിക്കുന്നതിന് വേണ്ടി അവൻ ഈ ഭൂമിയിൽ കടന്നു വന്ന് തന്റെ തിരുരക്തം ചിന്തി അവൻ നമ്മളെ സ്വന്തം രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി. 1 പത്രോസ് 1:18 നമ്മൾ കാണുന്നു, നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് കറയോ കളങ്കമോ കൂടാത്ത അമൂല്യമായ, കുഞ്ഞാടിന്റേതുപോലുള്ള അമൂല്യമായ ക്രിസ്തുവിന്റെ രക്തത്താൽ അത്ര. ഇന്ന് ആ ക്രിസ്തുവിന്റെ രക്തം തളിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് വിജയം നൽകിയ യേശുവിന്റെ രക്തം തളിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അനുഗ്രഹത്തിനെതിരെ വാദിച്ചു നിൽക്കുന്ന പിശാചിന്റെ സകല പ്രവർത്തികളെയും തകർത്ത യേശുവിന്റെ രക്തം ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബത്തിന്റെ മേൽ, ഞങ്ങൾ ആയിരിക്കുന്ന സ്ഥലങ്ങളുടെ മേൽ ഈ നിമിഷം ഞങ്ങൾ തളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. എല്ലാ ദുഷ്ടശക്തികളോടും കരമെടുക്കുവാൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുകയാണ്. അധരം തുറന്ന് പറഞ്ഞ്, എല്ലാ ദുഷ്ടശക്തികളോടും കരമെടുക്കുവാൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു. ഇപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. കൊളോസസ് ലേഖനത്തിലെ പൗലോസ്ലീഹ ആ ലേഖനം എഴുതുമ്പോൾ പൗലോസ്ലീഹ പുതിയ നിയമത്തിൽ പഠിപ്പിക്കുകയാണ്, എല്ലാം ക്രിസ്തുവിന് വേണ്ടിയാണ്, എല്ലാം ക്രിസ്തുവിന് വേണ്ടിയാണ്. അപ്പം നമ്മുടെ ജീവിതം എന്തിനു വേണ്ടിയാണ്? ക്രിസ്തുവിന് വേണ്ടിയാണ്. ക്രിസ്തുവിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും ക്രിസ്തുവിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, ക്രിസ്തുവിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണ്, ക്രിസ്തുവിനായി മുമ്പോട്ട് പോകേണ്ടവരാണ്, ക്രിസ്തുവിനായി ജീവിക്കുന്നവരാണ്, ക്രിസ്തുവിനായി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, ക്രിസ്തുവിനായി വിളിക്കപ്പെട്ടവരാണ്, ക്രിസ്തുവിനായി നിയോഗിക്കപ്പെട്ടവരാണ്. അപ്പൊ എല്ലാം ക്രിസ്തുവിലേക്കാണ്. ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മൾ ക്രിസ്തുവിന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ, പുതിയ നിയമത്തിന്റെ കാഴ്ചപ്പാടിൽ ഈ ഭൂമിയിലെ ദൈവാരാധനകൾ വിവിധ ജാതി മത വർഗ വിഭാഗങ്ങളിൽ വിവിധ രീതികളിൽ ദൈവത്തെ മനുഷ്യൻ ആരാധിക്കുന്നുണ്ട്. പുതിയ നിയമം കാണുന്നത് അതിനെ പഴയ നിയമ കാഴ്ചപ്പാടിലല്ല. പുതിയ നിയമം കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ വിധത്തിൽ മനുഷ്യൻ ഈ ഭൂമിയിൽ ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ സകല ആരാധനകളും സകലതും വന്നെത്തി നിൽക്കുന്നത് ക്രിസ്തുവിലൂടെയാണ്. സകലതും ക്രിസ്തുവിലേക്കാണ്.
എല്ലാം ക്രിസ്തുവിലൂടെ. മനുഷ്യന്റെ ഉള്ളിൽ ക്രിസ്തു വസിക്കുകയാണ്. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിലേക്ക് നമ്മളായിരിക്കുന്ന. അപ്പൊ നിങ്ങൾ പറയും ഞാൻ ക്രിസ്ത്യാനിയല്ല, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ഇതെല്ലാം എത്തുന്ന ക്രിസ്തുവിലേക്കാണ്. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിലേക്കാണ്. നിങ്ങളുടെ ഉള്ളിലും ക്രിസ്തു വസിക്കുന്നു. ഹല്ലേലൂയ. സകലതും എത്തിച്ചേരുന്നത് അവനിലേക്കാണ്. ആ ദിവ്യമായ വെളിച്ചം ഇന്ന് നമ്മളെ പ്രകാശപൂരിതമാക്കട്ടെ. നിന്നെ ഒരുപാട് എന്താ പുതിയ നിയമത്തിന് ഏറ്റവും വലിയ വെളിച്ചം? പുതിയ നിയമം നമ്മളോട് പറയുകയാണ്, യേശുവിന്റെ സുവിശേഷം നമ്മളെ നോക്കി പറയുകയാണ്, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ആ സ്നേഹിക്കുന്ന ദൈവം ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. നിന്റെ ഉള്ളിൽ ആ ദൈവം വന്ന് വസിക്കുന്നു. കൊളോസസ് 1:27. ഈ ദൈവം നിന്റെ സഹോദരന്റെ ഉള്ളിലുമുണ്ട്, നിന്റെ അയൽവക്കാരന്റെ ഉള്ളിലുമുണ്ട്. 1 Corinthians 6 അധ്യായത്തിൽ പറയുന്നു, ഈ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരം ഒരു ടെമ്പിളാണ്, ഒരു പള്ളിയാണ്, ഒരു ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ അത് വിശുദ്ധിയോടെ നമ്മൾ ജീവിക്കണം. ഹല്ലേലൂയ. നമ്മൾ 2 or 3 പേർ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നടുവിൽ ഈ സാന്നിധ്യം കടന്നു വരുന്നു. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ പ്രഭാതത്തിൽ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിൽ നമുക്ക് ആക്സസ് ചെയ്യാവുന്നത് പോലെ കടന്നു വരികയാണ്. ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്താ? റോമാലേഖനം 5 അധ്യായത്തിൽ നമ്മൾ കാണുന്നു, നീതിമാന് വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക എന്നുള്ളത് പ്രയാസമാണ്. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം ഇപ്രകാരം പ്രകടമാക്കിയിരിക്കുന്നു. അപ്പൊ ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം പ്രകടമാക്കുന്നതിന് വേണ്ടി ദൈവം തന്നെ ഈ ഭൂമിയിൽ കടന്നു വന്ന് നമുക്ക് വേണ്ടി മരിക്കുകയാണ്. ആ മരണത്തിലൂടെ ദൈവം സ്നേഹമാകുന്നു. നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് അവൻ ക്രൂശിൽ മരിച്ചതിലൂടെ അവൻ സ്നേഹമാകുന്നുവെന്ന് അവൻ വ്യക്തമാക്കി. ഇന്ന് നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. ഇതാണ് നമ്മുടെ കോൺഫിഡൻസ്. എന്റെ ശാപങ്ങളെ, എന്റെ പാപങ്ങളെ എന്റെ ദൈവം ഏറ്റെടുത്തതിലൂടെ ഇന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയിൽ ഞാൻ സ്വതന്ത്രനാകുന്നു. അപ്പൊ ഇന്ന് പ്രഭാതത്തിൽ പാപങ്ങളോ ശാപങ്ങളോ ബന്ധനങ്ങളോ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ച്, യേശുവേ, അവിടുന്ന് എന്റെ പാപങ്ങളെ, എന്റെ ശാപങ്ങളെ, എന്റെ ബന്ധനങ്ങളെ, എന്റെ അസ്വസ്ഥതകളെ, എന്റെ ജീവിതത്തിലെ ബലഹീനതകളെ, എന്റെ തകർച്ചകളെ അവിടുന്ന് ഏറ്റെടുത്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഈ വിശുദ്ധ സ്ഥലത്ത് നിന്ന്, ഇന്ന് ഈ ഭവനത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന നിമിഷം, കർത്താവേ, അവിടുന്ന് ക്രൂശിൽ ചിന്തിയ വിലയേറിയ രക്തത്തിന്റെ ശക്തി ഇപ്പോൾ ഇവിടെ വെളിപ്പെടട്ടെ, ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. യേശു ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ ആ വലിയ പ്രവൃത്തിയുടെ അഭിഷേകം ഇപ്പോൾ ഞങ്ങളുടെ നടുവിൽ വ്യാപരിക്കട്ടെ. ആധിപത്യങ്ങളെ, അധികാരങ്ങളെ അവിടുന്ന് ക്രൂശിൽ നിരായുധമാക്കിയല്ലോ. കുരിശിൽ അവയുടെ മേൽ അങ്ങ് നേടിയെടുത്ത വിജയത്തിന്റെ സാക്ഷ്യമാക്കി ഞങ്ങളെല്ലാവരെയും തീർക്കണമേ എന്ന് തീർക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ ഇന്ന് പോകുന്ന സ്ഥലങ്ങളൊക്കെ അങ്ങയുടെ വിജയത്തിന്റെ അഭിഷേകവുമായിട്ട് ജെറുസലേമിൽ നിന്ന് ലോകത്തിന്റെ അതിർത്തികൾ വരെ കർത്താവിന് അപ്പസ്തോലന്മാർ യാത്ര ചെയ്യുമ്പോൾ യേശു പ്രകാരം പറഞ്ഞു, നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ശക്തി എന്ന് പറഞ്ഞാൽ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസിലെ പറയുക, ദൈവത്തിന്റെ ശക്തി ക്രിസ്തു അത്രേ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വേരറപ്പിക്കപ്പെടുകയാണ്. നിങ്ങൾ ക്രിസ്തുവിനെ ലഭിക്കുകയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലൂടെ. ഇന്ന് ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്ന പോകുന്ന സകല സ്ഥലങ്ങളിലും ഇടങ്ങളിലും ക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെടുവാൻ ഇടയാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ്.